ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. ഹോണ്ട നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത 2 വണ്ടികൾ ജപ്പാനിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു 300 സി സിക്കും 500 സി സിക്ക് ഇടയിൽ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അതായത് ഒരുപാട് സെഗ്മെൻറ്റിൽ, ഇപ്പം ക്രൂസർ ആയാലും ADV, സ്പോർട്സ് ബൈക്ക്, അങ്ങനെ എല്ലാ സെഗ്മെൻറ്റിലും ആ ഒരു കാറ്റഗറിയിൽ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ആ ഒരു സെഗ്മെൻറ്റിന് നല്ല ഗ്രോത്തും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹോണ്ട അങ്ങനത്തെ പുതിയ 2 വണ്ടികൾ ജപ്പാനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പുതിയ CBR 400ഉം അതേപോലെ തന്നെ NS 400ഉം. CBR 400 പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് വേർഷനും പിന്നെ NS 400 എന്ന് പറഞ്ഞാൽ ഒരു ADV ബൈക്കും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ രണ്ടിനും ലുക്ക് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി നമ്മുടെ CBR 500ഉം അതേപോലെ തന്നെ NS 500ഉം പോലെയാണ് ഈ 2 വണ്ടികളിരിക്കുന്നത്. NS 500 ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലും അവൈലബിൾ ആണ്. അപ്പം ലുക്ക് നോക്കുകയാണെങ്കിൽ ഈ വണ്ടികൾ രണ്ടും ആ ഒരു വലിയ വണ്ടികളായിട്ട് സിമിലർ തന്നെയാണ് ലുക്കിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ CBR 400 നോക്കിയാൽ അതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ഹെഡ് ലാമ്പും അതിൻ്റെ ആ ഒരു LED ചെറിയ മാറ്റം വേണ്ടുള്ളൂ. ബാക്കി ഏതാണ്ട് CBR 500 പോലെയാണ് ആ ഒരു വണ്ടി ഇരിക്കുന്നത്. ഇനി NS 400 നോക്കുകയാണെങ്കിൽ അത് ഏകദേശം NS 500 പോലെ തന്നെയാണ്. ആ ഒരു സ്റ്റിക്കറിലൊക്കെ മാത്രമേ മാറ്റമുള്ളൂ. പിന്നെ ആ ഒരു റിയറിൽ കുറച്ച് മാറ്റമുണ്ട്. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ലുക്കിൽ നോക്കുകയാണെങ്കിൽ 2 വണ്ടിയും ആ ഒരു വലിയ വണ്ടികളായിട്ട് ശരിക്കും ഒരേപോലെ തന്നെ ഇരിക്കുന്നത്. ഒരു അപ്ഡേറ്റ് ചെയ്ത CBR 400 എന്ന മാറ്റം നോക്കുകയാണെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട മാറ്റം അതിലൊരു 5 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ കൊണ്ടുണ്ട്. അതിൽ ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും, ബ്ലൂടൂത്ത് ഉണ്ട്, അതേപോലെ തന്നെ നാവിഗേഷൻ, പിന്നെ കോൾ അലേർട്ട്, SMS അലേർട്ട്, അതേപോലുള്ള പുതിയ വണ്ടികളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു 5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിലൊരു ട്രാക്ഷൻ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഹോണ്ടയുടെ തന്നെ എക്സ്ക്ലൂസീവ് ആയ ഒരു ട്രാക്ഷൻ കൺട്രോളാണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു സെയിം കൺസോളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ആ ഒരു NS 400ലും വന്നേക്കുന്നത്. പക്ഷേ NS 400 നോക്കുകയാണെങ്കിൽ അതൊരു ADV ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ മാറ്റങ്ങൾ അതിനുമായിട്ടുണ്ട്. അതായത് അതിന് വീൽ ബേസ് കൂടുതലാണ്. 1435 mm അതിന് വീൽ ബേസ് വരുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും കൂടുതലാണ്. 150 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് കൂടുതലാണ്, 800 mm. ആ ഒരു സ്പോർട്സ് ബൈക്കിനേക്കാളും വെയിറ്റും കൂടുതലാണ്. 196 കിലോഗ്രാമോളം അതിന് വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ സസ്പെൻഷനും ട്രാവലൊക്കെ വ്യത്യാസമുണ്ട്. അതായത് ഒരു ADV ആയതിൻ്റെ വ്യത്യാസം ആ വണ്ടി കാണിക്കുന്നുണ്ട്. രണ്ടും സെയിം പ്ലാറ്റ്ഫോം ആണെങ്കിലും NS 400 ഒരു ADV ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ക്യാരക്ടറിസ്റ്റിക് അതിൽ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് വീൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് 19 ഇഞ്ചാണ്, റിയറിൽ വരുന്നത് 17 ഇഞ്ചാണ്. ആ ഒരു CBR 400 നോക്കുകയാണെങ്കിൽ അതിൻ്റെ 2 വീലുകളും വരുന്നത് ആ ഒരു 17 ഇഞ്ച് തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 2 വണ്ടിക്കും ഏതാണ്ട് സിമിലർ തന്നെയാണ്. അതായത് എഞ്ചിനും ഫ്രെയിമും അതേപോലത്തെ കാര്യങ്ങളൊക്കെ 2 വണ്ടിക്കും സിമിലറാണ്. പിന്നെ ആ ഒരു NS 400 നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്വിംഗ് ആമിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 399 cc ലിക്വിഡ് കൂളിൽ പാരലൽ ട്വിൻ എഞ്ചിനാണ്. മാക്സിമം പവർ എന്ന് പറയുന്നത് 46 PS ആണ്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 38 Nm ആണ്. ഈ ഒരു വണ്ടി ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഹോണ്ട ഒന്നും പറയേണ്ടില്ല. പക്ഷേ ഇന്ത്യയിൽ വരികയാണെങ്കിൽ നല്ലപോലെ തന്നെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റിയ വണ്ടിയാണ്. കാരണം ആ ഒരു NS 500 നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടും അതിന് ഏകദേശം 590 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. സോ അപ്പോൾ ഈ 2 വണ്ടികൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു 5 ലക്ഷം രൂപയ്ക്ക് താഴെ പ്രൈസിങ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് ആ ഒരു 4 ലക്ഷം രൂപയ്ക്ക് പ്രൈസിങ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പല്ലേടെ RS 457 ഒക്കെ ഉണ്ട്. ആ ഒരു വണ്ടി ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു പ്രൈസിലാണ് അവരത് ഇന്ത്യയിൽ വിൽക്കുന്നത്. അപ്പം ഈ ഒരു CBR 400 ഒക്കെ വരികയാണെങ്കിൽ അതിന് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും. പക്ഷേ ഹോണ്ട ഈ വണ്ടി ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ CBR 500 ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം NS 500 ഇന്ത്യ ഉള്ളതുകൊണ്ട് തന്നെ CBR 500 ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.